ഹായ് എവ്രി വൺ. ഇപ്പോൾ നമ്മളുടെ 2025 സ്റ്റാർട്ട് ആയി. ഇപ്പോൾ 10 ഡേയ്സ് ആയി അല്ലേ. അപ്പോൾ നമ്മളുടെ ചൈനീസ് ആസ്ട്രോളജി പ്രകാരം ഇത് വുഡ് സ്നേക്ക് ഇയർ എന്നാണ് പറയുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയറിനും ഓരോ സ്പിരിച്വൽ എനിമൽസ് ഉണ്ട്. അപ്പോൾ സ്നേക്ക് ഇയർ ആകുമ്പോൾ സ്നേക്ക് അറിയാം ട്രാൻസ്ഫോർമേഷനാണ്, ലെറ്റ് ഗോ, റീബർത്താണ്, അല്ലെങ്കിൽ പഴയ ഇത് കളഞ്ഞ് പുതിയതിലേക്ക് വരുന്നതിനെയാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ഗ്രോത്ത്, ട്രാൻസ്ഫോർമേഷൻസ്, ലോങ് ടേം പ്ലാനിങ് ഇതിനൊക്കെ നല്ലതാണെന്ന് പറയും. അബണ്ടൻസ് വരും. അതുപോലെ നമ്മളുടേതായിട്ടുള്ള ഇഷ്യൂസൊക്കെ സർഫേസിൽ വരാനും ഹീൽ ചെയ്യാനും ആൻഡ് സാക്രൽ ചക്രയിൽ നന്നായിട്ട് വർക്ക് നടക്കാനും ചാൻസസ് കൂടുതലാണ്. ഹോൾ ഇയർ വുഡ് സ്നേക്ക് ഇയർ ആണ് കേട്ടോ. കൂടാതെ നമുക്ക് മാസ് റിട്രോഗ്രേഡ് വന്നിട്ടുണ്ട്. മാസ് റിട്രോഗ്രേഡ് ഓൾറെഡി ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഫെബ്രുവരി 23 വരെയാണ്. ഫെബ്രുവരി 23 എന്ന് പറയുമ്പോൾ സൺഡേ വരെയാണ് ഈ ഒരു മാസ് റിട്രോഗ്രേഡിൻ്റെ എനർജി. മാസ് റിട്രോഗ്രേഡ് എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് ചൊവ്വ, യെസ്, ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അതാണ്. ഓക്കെ, എന്താ പറയുക, ഓക്കെ, അത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആൻഡ് പാഷൻ. നമ്മുടെ ആക്ഷനെയും പാഷനെയാണ് മാസ് ഓൾറെഡി പറയുന്നത്. അപ്പോൾ റിട്രോഗ്രേഡ് വരുമ്പോൾ ഈ രണ്ടെണ്ണത്തിനും എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കുടെ പാഷനിൽ ഒന്ന് വീക്ക് ആവാനും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണോടത്ത് ആക്ഷൻ എടുക്കാതെ മടിക്കാനും, അല്ലെങ്കിൽ ലാഗ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്ന് സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസസ് നന്നായിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 13 നമ്മുടെ ഫുൾ മൂണാണ്. ഫുൾ മൂണിൻ്റെ ഫസ്റ്റത്തെ മൂണിനെ പറയുന്നത് വൂൾഫ് മൂൺ എന്നാണ്. വൂൾഫ് മൂൺ എന്നാണ് പറയുക. ഇൻ ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എന്ന് പറയുന്നത് വാട്ടർ സൈൻസ്. എപ്പോഴും ഇമോഷണൽ വെൽബീയിങ് ആയിരിക്കും. പെട്ടെന്ന് ഇമോഷൻസ് എംപാത്സ് ആയിരിക്കും. കുഞ്ഞു കാര്യത്തിന് പോലും കരയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും. അതാണ് ക്യാൻസർ. കൂടുതലും എപ്പോഴും അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇങ്ങനെ അറിയേണ്ട ഇമോഷണലായിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും അവർ. അപ്പോൾ ക്യാൻസർ സിറ്റുവേഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർജിങ്സ് പോലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ പോകുന്നവർക്ക് പെട്ടെന്ന് ഒരു പർജിങ്സ് വരും. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, പക്ഷെ കരയുന്ന ഒരു സിറ്റുവേഷൻസ് കാണാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഫുൾ മൂൺ തുടങ്ങുകയാണ് ജാനുവരി 13. ഓൾറെഡി എനർജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, മൺഡേ ആണ്. അപ്പോൾ ആ എനർജിയാണ് നമ്മൾക്ക് കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണ് പർജിങ്സ് വരുന്നത്? നമ്മുടെ ഉള്ളിൽ ഇനിയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജീസ് എന്തൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു എനർജീസാണ് നിൽക്കുന്നത്. അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസിൻ്റെ 2025 ഓവറോൾ എനർജി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് വീനസ് മീൻസ് ലവിൻ്റെയാണ് പ്ലാനറ്റ് എന്ന് പറയുന്നത്, വീനസ് എന്ന് പറയുന്നത്. സാറ്റേൺ അറിയാം, ശനി, കഴിഞ്ഞ പോലെ ഒരുപാട് അറിഞ്ഞതാണ്. 2024 കർമ്മ ഇയറിൻ്റെ കുറച്ച് കർമ്മയും കൂടി ഈ ഒരു ഇയർ കൂടി വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ. അത് റിലീസ് ചെയ്യാത്തവർക്ക് അത് കൂടെ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. റിലീസ് ചെയ്തവർക്കാണെങ്കിൽ കർമ്മ ഏതാണ്ടൊക്കെ ക്ലിയറൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ജുപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹസ്പതി, നമ്മുടെ എല്ലാ പ്ലാനറ്റ്സിൻ്റെയും അധിപനാണ് ജുപ്പിറ്റർ. സ്റ്റഡീസ്, പഠനത്തെയും, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയും, സ്പിരിച്വൽ ഗുരു എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഒരുപാട് പേര് സ്പിരിച്വൽ ഹീലിങ്സിലേക്കും സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സ്, ഈവൻ ഞാനാണെങ്കിൽ ഒരുപാട് പുതിയ കോഴ്സസ്, ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് വരുന്ന ഒരു സമയമായിരിക്കും. കൂടെ മാസ് അറിയാലോ, മാസ് എപ്പോഴും ചൂടുള്ള ഗ്രഹമാണെന്ന് പറയാം. അതുപോലെ നമുക്കും പകരം ടെമ്പേഴ്സ്, ദേഷ്യപ്പെടാനും ആങ്കർ ഇഷ്യൂസസും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല പെട്ടെന്ന് ഫീലിംഗ് ഹീറ്റ്, ഒരു ചൂടിനെ എപ്പോഴും അനുഭവപ്പെടുന്ന പോലെ ഇച്ചിങ്സ് വരാം. അങ്ങനത്തെ ഓരോ എസെൻഷ്യൽ സിംറ്റംസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇച്ചിങ്, വിശപ്പ് കുറയുന്ന ഒരു അവസ്ഥ. സോളാർ പ്ലെക്സസ് ചക്ര, ഫയർ എനർജി കൂടുതൽ നമ്മൾ സോളാർ പ്ലെക്സസ് ചക്രയിലാണ് ഉണ്ടാകുന്നത്, നമ്മുടെ വയറിന് സംബന്ധമായിട്ട്. അപ്പോൾ ഡൈജഷൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നന്നായിട്ട് ഹീൽ ചെയ്യുക, വെള്ളം കുടിക്കുക, അതുപോലെ ക്ലെൻസ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന കുറച്ച് വ്യത്യാസങ്ങൾ. ഇതിൻ്റേതായിട്ടുള്ള എനർജീസ് നമ്മളെല്ലാവരും ബാധിക്കുന്ന പല രീതിയിലാണ്. ഉറക്കത്തിന് ബുദ്ധിമുട്ട്, ലേറ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് കാരണം എനർജീസിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എങ്ങനെ മാറ്റാം, ഗ്രൗണ്ട് ചെയ്യുക. ബെനിഫിറ്റ്സ് ലൈക്ക് നമ്മൾ നന്നായിട്ട് ചെരുപ്പിടാതെയൊക്കെ നടക്കുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഓൾറെഡി മാജിക്കിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക.
പിന്നെ നമുക്ക് എന്ത് ഇമോഷൻസാണ് വരുന്നത് പെട്ടെന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ ഒന്ന് ബുക്കും പെന്നെടുത്ത് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മളുടെ ആ റൂട്ട് കോസ് അവിടെ വരും. ആ റൂട്ട് കോസ് നിങ്ങൾ ഷാഡോ വർക്ക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷാഡോ വർക്ക് ചെയ്യുക. ഒരുപാട് നാൾ ചക്രാസും കാര്യങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ ഇനി നിങ്ങളുടെ ഷാഡോ വർക്ക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഷാഡോ വർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഷാഡോ വർക്കിൽ ഒരുപാട് നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീൽ ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കൂടെ കരിയർ ആയിട്ടുള്ള ഗ്രോത്ത്, പൊട്ടൻഷ്യൽ ഗ്രോത്ത് വരുന്നതാണ് പറയുന്നത് 2025 ഈ ഒരു ഇയറിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് കരിയറിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആൻസിസ്റ്റർ ഹീലിംഗ് ചെയ്യണം. അതുപോലെ സോളാർ പ്ലെക്സസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. റൂട്ട് ചക്ര ബാലൻസ്ഡ് ആക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. ഇന്നലെ തൊട്ടിട്ട് ഒരുപാട് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ടായിരിക്കും ഇമോഷൻസ്. അതൊന്നും എനിക്ക് മെസ്സേജസ് ചേച്ചി എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊന്നും എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അതൊക്കെ കോപ്പപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. എനർജീസ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യുക. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുൾ മൂൺ വരുന്നത് വൂൾഫ് മൂൺ എന്നാണ് പറയുക. വൂൾഫ് മൂൺ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പ്ലാനറ്റ്സിന് വിസിബിൾ ആവും എന്ന് പറയുന്നത് 4 പ്ലാനറ്റ്സും വീനസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, മാർസിനൊക്കെ നമുക്ക് സ്റ്റാർ പോലെ കാണാൻ സാധിക്കും ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന് നോക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ ഈ 4 കാര്യങ്ങളിൽ പ്രണയത്തിലും ഫ്രീക്വൻസീസ്, ലവ് ഫ്രീക്വൻസി, ഞാൻ പറഞ്ഞ യൂണിയൻ എനർജി ഉണ്ടല്ലോ. അപ്പോൾ ആ ഇതിലൊക്കെ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്യുക, പഠിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. കർമ്മ ഭാഗം ഉണ്ടെങ്കിൽ കർമ്മ ക്ലിയറൻസ് നടക്കും. ഒരുപാട് പേര് ഇപ്പോൾ കർമ്മ ക്ലിയറൻസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം കർമ്മ നിൽക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ബുദ്ധിമുട്ടാണ്. കർമ്മ ക്ലിയറൻസ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ എല്ലാവരുടെ കർമ്മയും കയറി എനിക്ക് ഇടപെടാൻ സാധിക്കില്ല. എനിക്ക് ഇൻഡ്യൂട്ടീവ്ലി മെസ്സേജ് കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്തു തരുള്ളൂ. ഓക്കെ, കാരണം അത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. എനിക്കും കൂടി അതിൻ്റെ കർമ്മ എഫക്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് മാസാണ്. മാസ് മീൻസ് പറയാലും നിങ്ങളുടേതായിട്ടുള്ള ഇവൻ നമുക്ക് ചൊവ്വ ദോഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ് ദോഷം വരുന്നത് എന്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കറക്ഷൻസ് വരുത്താനാണ് ശരിക്കും ആസ്ട്രോളജിയിൽ പറയുന്നത്. അല്ല ചൊവ്വാദോഷമുള്ളവർ മാത്രം മാരേജ് ചെയ്യാന്നല്ല. ചൊവ്വാദോഷം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ മറ്റേ ഭയങ്കര പിടിവാശിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മ്യൂട്ടബിൾ, ഒന്നിനും ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പേടിയുള്ളവർ, ഫിയർ ഫാക്ടർ നന്നായിട്ടുണ്ടായിരിക്കും, ആങ്സൈറ്റി ഇഷ്യൂസ്. ഇതൊക്കെ നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് ഷാഡോ വർക്ക്സ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചൊവ്വയ്ക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു രോക്ഷം മാറും. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളെല്ലാവരും അത് പേടിച്ചിരിക്കും. ശരിക്കും അങ്ങനെയല്ല. ഞാനൊരു ആസ്ട്രോളജി ആയിട്ടുള്ളൊരു മാഡത്തിനായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെ തന്നെ, സ്പിരിച്വലി പോകുന്നൊരു ആസ്ട്രോളജർ അപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ചൊവ്വ ഇങ്ങനെ ഓരോ പ്ലാനറ്റ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടായിരിക്കും. അത് ചേഞ്ച് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ മാറ്റം വരുന്നതാണെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കൂ, ഒരുപാട് നോൺ ഹിന്ദുസൊക്കെ മാരേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജാതകം നോക്കിയിട്ടല്ല. പക്ഷേ അവർ നന്നായിട്ട് പോകുന്നുണ്ട്, സർപ്രൈസ് ആവുന്നുണ്ട്. അത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ എനർജി. അപ്പോൾ നമ്മൾ പഠിച്ചുകൂടെ എനർജിയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ എനർജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മുടെ എന്താ പ്ലാനറ്റ്സ് ആണ് നമുക്ക് കൂടുതൽ നിൽക്കുന്നത്, അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവ് വശത്തെ ഇമ്പ്രൂവ് ചെയ്യാം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിശപ്പ് ഇല്ലായ്മ, വിശപ്പ് കൂടുന്ന അവസ്ഥ, പെട്ടെന്ന് പർജിങ്സ് വരെ, രാത്രിയൊക്കെ ലേറ്റായിട്ട് ഉറക്കം വരിക. കാരണം നിങ്ങളുടെ DMൻ്റെ സൈഡിൽ ഒരുപാട് ചേഞ്ചസും റിയലൈസേഷൻസും തേർഡ് ഐ ചക്രയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. തേർഡ് പാർട്ടി ഭാഗത്ത് നിന്ന് അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അതായത് സെപ്പറേറ്റഡ് നിൽക്കുന്ന പോലെയാണ് എനർജിയാണ് കിട്ടുന്നത്. അതുപോലെ ഒക്കെ ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് കാണും. ഇവരെ സ്വപ്നങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോട് വന്ന് ചോദിക്കുക, സ്വയം ചോദിക്കുക. നിങ്ങളും ഈ ഒരു ജോലിയിൽ വരുന്നവരല്ലേ, എല്ലാവർക്കും ആ ഡിവിനിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിവിനിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഷിഫ്റ്റ് കേട്ടോ. സോ താങ്ക് യു. ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് നടക്കുന്നത്. ഇതിൻ്റേതായിട്ടുള്ള പല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്യൂസസ് വരാം. അതൊക്കെ നിങ്ങൾ തരണം ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് എന്താ പറയുക, ക്ലെൻസ് ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യുക. അതൊക്കെ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് നമുക്ക് എന്താണ് ഇഷ്യൂസ് സർഫസിലേക്ക് വരുന്നെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഹീലിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലത്തെ ഹീലേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ ഹീലിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ് കോൺഷ്യസ് ഹീലിങ്സ് ഉണ്ട്. സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിങ്സ്, അതിൽ മണി റിലേഷൻ എല്ലാം ഉണ്ട്. അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, കർമ്മ ക്ലെൻസിങ് എല്ലാം ഹീലിങ്സ് ചെയ്യുന്നതാണ്. ടാരോ കോഴ്സ് പഠിക്കാനാണെങ്കിൽ ടാരോ കോഴ്സ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Jan 16 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. 10 to 5 ഉള്ളിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്. അതിന് ശേഷം നിങ്ങൾക്ക് രാത്രി ഒന്നും മെസ്സേജ് ചെയ്യാതിരിക്കുക. എനിക്കും എൻ്റെ പേഴ്സണൽ ടൈമാണ് അതൊക്കെ. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.